അങ്ങനെ നീ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നു. നീ കൊടുത്ത സാരി അവൾ ഉടുത്തോണ്ട് വന്നു അല്ലേ? പക്ഷേ അവളുടെ നെറ്റിയിൽ ഒരു ചന്ദനം തൊട്ടോടെ എന്ന് ചോദിച്ചപ്പോ അവൾ അതിന് സമ്മതിച്ചില്ല. പിന്നെ എന്തിനാടാ ചന്ദനം തൊടുന്നേ? നീ കൊടുത്ത സെറ്റ് സാരി അവൾ ഉടുത്തോണ്ട് വന്നപ്പോ തന്നെ അവളുടെ മനസ്സ് നിനക്ക് പിടികിട്ടിയില്ലേ? അവൾക്ക് നിന്നോട് പ്രേമമാടാ. എടാ, നീ ഒരുപാട് അവളുടെ പിന്നാലെ നടന്നതിന് ശേഷമാണ് അവൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു മാറ്റം വന്നത്. ഇനി ആ മാറ്റം സീരിയസ് ആയി അവൾ നിനക്കൊപ്പം വന്നു കഴിയുമ്പോ അവളെ നീ തേച്ചിട്ട് പോരുത്. അങ്ങനെ പോയാ പിന്നെ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാലോ. എന്താ മാർക്കോ, നിങ്ങൾക്കൊന്നും എന്നെ ഇപ്പോഴും വിശ്വാസമില്ലാത്ത? അതെ, നിന്റെ ചരിത്രം അതാടാ, അതുകൊണ്ടാ. ഇനി എനിക്കൊരൊറ്റ ചരിത്രമേ ഉണ്ടാവൂ. മഞ്ജു എനിക്കൊപ്പം വരികയാണെങ്കിൽ അതിനു മുമ്പുണ്ടായ ചരിത്രം മുഴുവനും മാഞ്ഞു പോവും. നീ പറഞ്ഞത് പ്രാവർത്തികമാക്കിയാൽ മതി, പിന്നെ കുഴപ്പമൊന്നുമില്ല. മഞ്ജു മേഘനും അവളുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഒപ്പം നിന്ന പെണ്ണാണെങ്കിലും ഇപ്പൊ അവൾക്ക് തിരിച്ചറിവുണ്ട്. നിനക്ക് തന്നെ അറിയാലോ അവളിപ്പോ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള മഞ്ജുവിന് അവൾ ആവശ്യപ്പെടുന്നതൊക്കെ കൊടുക്കും കണ്ണൻ സാറ്. അതായിരിക്കരുത് നീ ഉന്നം വയ്ക്കുന്നത്. അവളുടെ സ്വത്തും പണമൊന്നും വേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അവളെ പോലൊരു ഭാര്യയെ മാത്രം മതി. ഒരാണിന്റെ ചതിയിൽപ്പെട്ടതുകൊണ്ട് ഇനി അവള് അടങ്ങി ഒതുങ്ങി ജീവിക്കൂടാ. അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാ മേഘനോടൊപ്പം അവള് കഴിഞ്ഞത്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല മാർക്കോ. ഞാനും അത്ര നല്ലവനൊന്നും അല്ലല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ രണ്ടാളും തെറ്റിയാൻ പാടില്ല. ഈ വിവരം കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും പറയണ്ടേ മാർക്കോ? അയ്യോ, പറയരുത്. എന്താടാ? അങ്ങനെയെങ്കിൽ ഒരിക്കലും അവര് രണ്ടാളും ഞങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കില്ല. എങ്ങനെ സമ്മതിക്കാനാ? അതുപോലുള്ള വൃത്തികേടുകളല്ലേ നീ മഹാലക്ഷ്മിയോട് കാണിച്ചത്. മഞ്ജു എനിക്കൊപ്പം ജീവിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം കണ്ണൻ സാർ മഹാലക്ഷ്മിയും എല്ലാം അറിഞ്ഞാൽ മതി. അതിനു മുമ്പ് ഞാൻ എത്ര നന്നായി എന്ന് പറഞ്ഞാലും അവർ രണ്ടാളത് വിശ്വസിക്കത്തില്ല. കുറച്ച് കുഴഞ്ഞു മറിഞ്ഞ കേസാണ്. എന്നാലും മേഘനെ പോലൊരുത്തന് ഇതുപോലൊരു തിരിച്ചടി ആവശ്യമാണ്. മറ്റുള്ളവരുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുന്നവന് സ്വന്തം കുടുംബജീവിതം തകരുമ്പോഴുള്ള വേദന എന്താണെന്ന് മനസ്സിലാവണം. അവന്റെ ഭാര്യ വേറൊരുത്തന്റെ ഒപ്പം ജീവിക്കുമ്പോഴേ അവന്റെ തെറ്റുകള് അവന് കുറച്ചെങ്കിലും ബോധ്യപ്പെടും. അത് കഴിഞ്ഞ് നിനക്കെതിരെ അവൻ തിരിയുമ്പോഴാ അവനെ ഞാൻ നിരത്തിലിട്ട് പൊതിരെ തല്ലാൻ പോകുന്നത്. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും അവൾ ആലോചിച്ചില്ല. പ്രേതമായിട്ട് വന്ന് അവൾ എന്നെയും പേടിപ്പിച്ചു. അന്നൊരു ദിവസം ഞാൻ ഉണ്ണിയേട്ടന്റെ കൂടെ കാറിൽ പോയപ്പോ അവളെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അതവൾ എനിക്ക് മനഃപൂർവ്വം ദർശനം തന്നതാ. അത് കണ്ടിട്ടെങ്കിലും എന്റെ കുഞ്ഞ് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട്. അടുത്ത അവളുടെ ശ്രമം അതിനു വേണ്ടിയിട്ടായിരിക്കും മോളെ. അവൾ ഏത് വിധേനയും മോളുടെ കുഞ്ഞിനെ കളയും. അവൾക്കില്ലാത്ത ഭാഗ്യം മോൾക്കുണ്ടാവുന്നത് അവൾക്ക് ഇഷ്ടമല്ല. സ്വത്തെല്ലാം അവളുടെ പേരിലേക്ക് പോവാണല്ലോ അമ്മേ. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അതൊന്നും അനുഭവിക്കാൻ ആരുമില്ല എന്നൊരു സമാധാനം മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ മാർഗങ്ങളുണ്ടല്ലോ അമ്മേ. ഇനി ആ മാർഗം അവളെ സ്വീകരിച്ചാ സ്വത്തിന് അവകാശികൾ ഉണ്ടാവില്ലേ? ഒന്നും പറയാൻ പറ്റില്ല മോളെ. നമ്മളോടൊക്കെയുള്ള വാശിക്കും വൈരാഗ്യത്തിനുമേ അവളും അവനും അതിനപ്പുറവും ചെയ്യും. ആ എത്തി രണ്ടെണ്ണം. അല്ല, എന്താണ് അമ്മായിമ്മ മരുമോളും തമ്മില് ഗൂഢാലോചന നടത്തുവാണോ? പുതിയ എന്തെങ്കിലും പ്ലാനിങ്? അല്ല, ഇവളുടെ പേരില് എല്ലാം നീ എഴുതി വെക്കാൻ പോവല്ലേ? ഇവൾക്കിനി സുന്ദരമായൊരു പടം പിടിക്കാം, ഒരു നല്ല സിനിമ. എല്ലാ സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേരിലാവാൻ പോവാ. അതുകൊണ്ട് ഈ വീടിനകത്ത് നിന്നുകൊണ്ട് ഇയാൾക്കെതിരെ സംസാരിക്കുന്നത് ഇനി സൂക്ഷിച്ചു വേണം.